ഓടി ഒരു കാഴ്ച കാണാം. ആ വരട്ടെ. ചതിക്കാത്ത തെങ്ങ. ഇത് ചതിക്കാത്ത തെങ്ങ കാണിച്ചു തരാം. കാലിക്കറ്റ് നഗരസഭ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളിവിടെ ജസ്റ്റ് വന്നപ്പോ കാണുന്നൊരു കാഴ്ച. നിങ്ങളൊരു വാഹന പ്രചരണ ജാഥയിലാണോ സൂര്യചേട്ടാ? മുമ്പില് വലിയൊരു വണ്ടി പോകുന്നതാണെന്നില്ലേ. ഇപ്പൊ ഓപ്പോസിറ്റ് കയറി പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് വണ്ടി വരുമെന്ന് പഠിക്കണ്ടേ? തോന്നിടത്തുനിന്നൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുമോ? ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഇപ്പൊ ഓട്ടോറിക്ഷ ഞാനും തമ്മിൽ നേരിട്ട് മുട്ടിയാണ്. ഇപ്പൊ കാണാം തോന്നുന്നു. വണ്ടി വരുന്നുണ്ടോ? ഈ ചേട്ടന്റെ വണ്ടി മെല്ലെ പോകും. വലിയ ലോഡുള്ള വണ്ടിയാണ്. ഈ പാവം പൊക്കോട്ടെ ചേട്ടാ. പേടിയാണ്. നമുക്ക് ഈ വളവുള്ള സ്ഥലത്തു നിന്നൊക്കെ ഓവർടേക്ക് ചെയ്യാൻ ഒരു സ്കില്ല് വേണം. വളവുള്ള സ്ഥലത്ത് നല്ല ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അല്ല, ചില ആൾക്കാർ നല്ല ധൈര്യത്തിൽ ചെയ്യും. എനിക്ക് അത്രയും ധൈര്യം ഇല്ലാന്ന് പറയുന്നത്. ആസ് ഓൾവേസ് ഈ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു യൂ ടേൺ ഇല്ലാണ്ട് ഞങ്ങൾ യാത്ര കംപ്ലീറ്റ് ചെയ്യാറില്ല. ഇപ്പൊ പാനൂരിന്ന് ഇതിപ്പോ പാനൂർ ജംഗ്ഷൻ ആണ്. നമ്മള് ഈ റൈറ്റ് സൈഡിൽ നിന്നാണ് വന്നത്. എന്നിട്ട് ഈ റോഡിൽ ഇങ്ങോട്ട് പോയതായിരുന്നു. ഇപ്പൊ നമ്മൾ യൂ ടേൺ അടിച്ചിട്ട് സ്ട്രൈറ്റ് പോവാണ്. സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ ടൈം കുറേ കൂടി ലാഭം ഉണ്ടാവും എന്നുള്ളത് ഗൂഗിൾ മാപ്പ് കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു യൂ ടേൺ അടിച്ചു. എന്നിട്ട് ഇനി ഇങ്ങോട്ട് പോകുന്നു. ഒരു KSRTC വളഞ്ഞു വരുന്നത്. അതാ കുടുങ്ങിയ കണ്ണ് വെച്ച പോലെ ഇറങ്ങി. നമ്മളിപ്പോ കുഞ്ഞിപ്പള്ളിക്ക് അടുത്തുള്ള മോന്താൽ പാലത്തിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് ഈ ഒരു വഴിയിൽ കാണുന്നത്. നമുക്ക് താഴെ കൂടെ പോകണ്ട. നമ്മൾ ആക്ച്വലി കോഴിക്കോട് ടൗണിലേക്ക് പോകുന്നുണ്ടെങ്കിലും നമ്മള് ഒരു കല്യാണത്തിന് പോയിട്ടല്ലേ പോവുള്ളൂ. അപ്പൊ നമ്മള് വേറെ വഴിക്കാ പോന്നെ. നമ്മൾ ആയഞ്ചേരി ഭാഗത്തേക്കാ പോന്നെ. ബ്രദേഴ്സ് കലാ സാംസ്കാരിക വേദി കുറിച്ചിക്കര ആ ഒരു സ്ഥലത്തൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുഞ്ഞിപ്പള്ളി പാലത്തിന്റെ അടിയിലൂടെ കയറിയിട്ടുള്ള വഴിയിലൂടെ ഇങ്ങനെ പോവാണ്. ആദ്യമായിട്ട് ഈ വഴിക്ക് വരുന്നത്. വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. നിങ്ങൾ കണ്ടിട്ടില്ലേ, കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു ചാനൽ തുടങ്ങി പോലും. ചാനൽ തുടങ്ങിയിട്ട് പുള്ളി ഇതുപോലെ വില്ലേജ് കണ്ടന്റ് ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് പോലും ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് മൂപ്പർക്ക് 15 മില്യണോളം സബ്സ്ക്രൈബേഴ്സ് ആയി. പുള്ളിക്ക് യൂട്യൂബ് മറ്റേ സിൽവറും ഗോൾഡും ഡയമണ്ടും എല്ലാ ബട്ടണും ഒരുമിച്ച് പാഴ്സലാക്കിയിട്ടാണ് അയച്ചത്. അതായിരിക്കും ലാഭം എന്ന് വെച്ചിട്ട്. നമ്മൾ ഇതുവരെ സിൽവർ ബട്ടണിൽ എത്തിച്ചിട്ടില്ല. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിലേക്ക് എത്തിക്കാനുള്ള ഒരു സഹായ സഹകരണങ്ങൾ ചെയ്തു തരണേ. കാണുന്ന ആൾക്കാരൊന്ന് പരിഗണിക്കാൻ കാര്യം. ഇൻ കേസ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആണെങ്കിൽ പോലും നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന്റെ കൂടെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും അതും ഫോളോ ചെയ്ത് വെച്ചോ. നല്ല കാര്യല്ലേ? ആ മുന്നിലത്തെ ഓട്ടോ ബാക്കിലത്തെ ഓട്ടോയെ വലിച്ചുകൊണ്ട് പോവാ. നോക്കിയേ. മേക്കുന്ന്, പാനൂര്, വടകര, പെരിങ്ങത്തൂര്, കരിയാട്, ഓർക്കാട്ടേരി, കുന്നുമ്മക്കര, മസാലവട, ഓർക്കാട്ടേരി ശിവക്ഷേത്രം. ഇവിടെ അടിപൊളി ചന്ത ഉണ്ടാവും മോനെ എല്ലാ വർഷവും ജാനുവരിയില്. ഞങ്ങളിപ്പോ പോയി വില്യാപ്പള്ളി ടൗണിലെത്തി. നിങ്ങൾ ആദ്യമായിട്ടല്ലേ വില്യാപ്പള്ളി ടൗണിലേക്ക്? വില്യാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് വന്ന് നമ്മളിപ്പോൾ വില്യാപ്പള്ളിയിലെത്തി. ഇപ്പൊ ഒരു കല്യാണ വീട്ടിലേക്ക് എത്താൻ പോണത്. പെട്ടെന്ന് വിളിച്ച കല്യാണം. ഇന്നലെ രാത്രി പെട്ടെന്ന് വിളിച്ചൊരു കല്യാണം. അപ്പൊ പിന്നെ അമ്മമ്മയോട് പറഞ്ഞു, അമ്മമ്മ ഇന്ന് പോകുന്ന വഴിക്ക് ബിരിയാണി കഴിക്കാണ്ട്, അതുകൊണ്ട് ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞാ ഇറങ്ങിയത്. കല്യാണം ആരുടെന്ന് അറിയോ? നമ്മുടെ അടാറ് തട്ടുകടയുടെ ഒരു ബ്രാഞ്ചിലെ, അതായത് മുന്തസ ബ്രാഞ്ചിലെ ക്യാഷ്യർ ആൻഡ് ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള നബാദ് എന്ന് പറയുന്ന പയ്യൻ്റെതാട്ടോ. അവൻ അറിയില്ലായിരുന്നു ഞാൻ നാട്ടിലുള്ളത്. അപ്പൊ ഇന്നലെ രാത്രിയാണ് അറിയുന്നത് വീഡിയോ കണ്ടപ്പോ. അപ്പൊ തന്നെ അവൻ വിളിച്ചതാ. ആ സ്പോട്ടിൽ ഞാൻ ഇന്ന് റെഡിടാ എന്ന് പറഞ്ഞ ബിരിയാണി കാത്തിരുന്ന പോലെ പോവാണ് നമ്മള്. നമ്മുടെ ഒരു സ്റ്റാഫിന്റെ കല്യാണം ആകുമ്പോ മിസ് ചെയ്യേണ്ട വെച്ചിട്ട് തന്നെ പോന്നതാ. അല്ല, അവിടെ എത്തുമ്പോ ബിരിയാണി ബാക്കി ഉണ്ടാവോ? 3 മണിയായി. നമ്മളെന്തായാലും ആശീർവദിച്ചിട്ട് വരും. നമ്മൾ ഭക്ഷണം കഴിച്ചതാണ്, വയറ് നിറഞ്ഞിട്ടാ വരുന്നത് പറയും. ഹായ്, മരക്കെ കയറ്റിയിട്ട് ദോസ്ത് വരുന്ന വലിയ മരങ്ങള്. എന്ത് കുട്ട അങ്ങനെ പറയില്ല നിങ്ങളുടെ നാട്ടില്? കുട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ ഇതൊക്കെ തേങ്ങയൊക്കെ എടുക്കുന്ന കൊട്ടയ്ക്കാന്ന് പറയും കുട്ട. അയ്യോ അതല്ല, നമ്മള് വലിയ മരത്തടിക്ക് കുട്ടാന്ന് പറയും. കുട്ട കടത്താൻ പോവാണെന്ന് പറയും. മാമൻ വന്നിട്ട് നാട്ടിലിറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ സുന്ദരനായത്. ഡോറ് തുറന്നതാണ്. ഹലോ, ലേറ്റസ്റ്റ് പ്രൊഡക്ഷൻ. ഇദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് കാണുന്നത്. കുട്ടീനെ ഇന്നലെ കണ്ടതാ, അത് വേറെ കാര്യം. കല്യാണത്തിന് പോവാ. അതന്നെ, കുഞ്ഞുണ്ടായിട്ട് ഇന്നലെയാണ് ഇവൻ ആദ്യമായിട്ട് കുഞ്ഞിനെ കാണുന്നത്. ബിസിനസ്സുകളുടെ തിരക്കുകൾക്കിടയിൽ സാറിന് നാട്ടിലേക്ക് വരാനുള്ള ഗ്യാപ്പ് കിട്ടാതെ പോയി. ഇപ്പോഴാണ് അവസരം കിട്ടിയത്.
നീ മടിയൊന്നും വിചാരിക്കണ്ട, ഞങ്ങൾ ഇന്നലെ രാത്രി വിളിച്ചിട്ടേ ഉള്ളൂ. വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ നബാദിന്റെ കല്യാണല്ലേ. 30 മീറ്റർ ദൂരം നടക്കാൻ മടിച്ചിട്ട് അവൻ സ്കൂട്ടർ എടുത്തിട്ട് എസ്കോട്ട് പോന്നു. ഞങ്ങള് കാൽനട പ്രചരണ ജാഥയായിട്ട് പോണു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ പോയി തോന്നുന്നു. ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മള് വരുന്നത്. നിനക്ക് ഇത്രയും സ്റ്റൈൽ ഉണ്ടായിരുന്നു, എന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും സ്റ്റൈൽ കണ്ടിട്ടില്ല. ഇടം വരെ നോക്കണ്ട, തിന്നോ വിശന്ന് പൊരിഞ്ഞു എന്ന് കുറെ നേരമായി പറഞ്ഞോണ്ടിരിക്കുന്നു. അടിപൊളിയായിട്ട് കല്യാണം കഴിക്കും. കാസർഗോഡ് നിന്നാണ് അത്ര കല്യാണം. അപ്പൊ ഇനി 1 കൊല്ലം കഴിഞ്ഞ കല്യാണം പൊളിക്ക്. ഞങ്ങള് പെട്ടെന്നൊരു കല്യാണം കൂടി ചടപടയും. ഖത്തറിൽ ദാരിദ്ര്യമുള്ള പോലെ ജീവിക്കുമെങ്കിലും ഇവിടെ നാട്ടിൽ റിച്ച് ആയിട്ടുള്ളൊരു മുതലാളിയാണ് ഞങ്ങളുടെ ഹാഫിസ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്ത് നിന്നും ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഓ, ഇഷ്ടം പോലെ തേങ്ങയൊക്കെ ഉണ്ടല്ലോടാ. അടാറിലേക്ക് എടുത്തോ പോകുമ്പോ. ബാ കൊറേ ടൈപ്പ് പശുക്കളുണ്ട് കേട്ടോ അവിടെ. കൊറേ ഉണ്ടല്ലോ. 6 പയ്യുണ്ട്. നിന്റെ വീട്ടിൽ എത്ര പശുക്കളുണ്ട് എന്നുള്ളത് എനിക്കറിയോ? ഓടി വാ, ഒരു കാഴ്ച കാണാം. ആ വരട്ടെ. ചെറുക്കിന് നാണൊക്കെ ആണോണ്ടാ നിനക്ക്? നീ ഉണ്ടാക്കിയതാ? നീ അടിച്ചതാ? സത്യോ? നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത്. നിങ്ങൾ വന്നിട്ട് പോവാനാണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ വിശേഷം? സ്കൂളിലൊക്കെ പോലുണ്ട്? നല്ല അടിപൊളി സെറ്റപ്പിലാണ്. എന്തുണ്ട്? എത്ര ഭയങ്കര വലിയ ബാഗാണല്ലോ. എന്റെ മോനെ, നിങ്ങള് വന്നിട്ട് പോവാനല്ലേ കാത്തിരുന്നേ. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തെത്തിയപ്പോ നിറയെ ആൾക്കാര്. ഇവിടെ എന്തോ ചന്തയാണ് കേട്ടോ. ആൾക്കാരൊക്കെ പച്ചക്കറിയൊക്കെ വാങ്ങിട്ട് പോകുന്ന. പച്ചക്കറി എന്തെങ്കിലും വാങ്ങിയാലോ? നമ്മൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ കയറിട്ട് വരാന്ന് വിചാരിക്കുന്നു. വാങ്ങിക്കാതെ ഇവിടെ ആദായ വിൽപ്പന നിലത്ത് വെച്ചിട്ട് ആൾക്കാരെല്ലാം. മീനൊക്കെ ഉണ്ടല്ലോ. സ്ഥലം ഇത് വില്യാപ്പള്ളിന്ന് ആയഞ്ചേരിക്ക് പോകുന്ന വഴി. ആയഞ്ചേരിയിലെ ചന്തയിലാണുള്ളത്. നീ ആ മറ്റേ ഇത് വാങ്ങ. എന്താ? ആ മറ്റേ രോമുള്ള ഒരു ഫ്രൂട്ട് ഇല്ലേ? റംബൂട്ടാനോ? അത് ആകട്ടെ. വണ്ടി വെക്കട്ടെ. എണ്ണയടിക്ക് വണ്ടി പാർക്ക്. അല്ല, അക്ഷയ പോയപ്പോഴേക്ക് ബ്ലോക്കായ. ഈ ചന്തയിൽ നിനക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. നമ്മളിവിടെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക. പോയിട്ടോ. അക്ഷയ അവിടുന്ന് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്താ വാങ്ങിയേ? പച്ചക്കറി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. കാക്കില 50, കാക്കില 70, അരക്കിലോ 100. 2.5 കിലോ ഓറഞ്ച് 100 രൂപ. 2.5 കിലോ ഓറഞ്ച് 100 രൂപ. 2.5 കിലോ ഓറഞ്ച് 2.5 കിലോ ഓറഞ്ച് 100 രൂപ. 2.5 കിലോ ഓറഞ്ച് 100 രൂപ. വ്യാഴാഴ്ച മാത്രമല്ല. എന്താ വ്യാഴാഴ്ച മാത്രം? ആ, ഞാൻ ഇതുവരെ പോകുന്ന വഴിക്ക് ഇങ്ങനെ നിന്നോ. ഞാൻ ഒരാഴ്ച ആ അഫ്സാൻ. അടിപൊളി. നിങ്ങൾ പച്ചക്കറി വാങ്ങാൻ വന്നത് തന്നെയാ? അല്ലല്ല. ഇതുവഴി പോവാ നിങ്ങള്? വേണോ? പേരെന്താ രണ്ടുപേര്? നിങ്ങളോ? അടിപൊളി. പുറത്താണോ? ഖത്തറിലാണ്. അടിപൊളി. ഞങ്ങളിങ്ങനെ ഇവിടെ വന്നപ്പോ ഇത്രയും തിരക്കൊക്കെ കണ്ടപ്പോ പച്ചക്കറിയൊക്കെ വാങ്ങി. കടുകിട വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്ന് ചെരിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ തവിട് പൊടി. അതിന്റെ ഇടയ്ക്ക് ഓട്ടച്ചട്ടം കയറ്റുന്ന ആയഞ്ചേരി ടൗണിലെ ബ്ലോക്കിന്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ പോവാണ്. ഇടത്തു നിന്നും വലത്തു നിന്നും എല്ലാം കൂടെ വരുന്നത് 4 കവലയാണിത്. ആ സൈഡിൽ നിന്ന് വരും നമ്മുടെ മുമ്പിലുള്ള വഴി. ഭയങ്കര തിരക്കായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ആ വണ്ടിയിൽ ഒരു സുന്ദരി ഉണ്ടായിരുന്നു. അവിടെ ആ തിരക്കിനിടയിൽ നിങ്ങൾക്ക് അതെങ്ങനെ കാണാൻ പറ്റി? അവളിങ്ങനെ ഈ കണ്ണിങ്ങനെ നോട്ടം അടക്കൂലേ. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ അവളുടെ നോട്ടം എന്റെ നേരെ അറിയി. അപ്പൊ ഞങ്ങൾ കണ്ണും അത് കണ്ണും മുറിയൊന്ന് കിട്ടുമ്പോൾ തീർന്നോളൂ കേട്ടോ. ഓക്കെ, നേരെ നോക്കി വണ്ടി ഓടിക്കും. സോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു കല്യാണം കൂടി. ഇനി അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ എന്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാം. ഈ വഴിക്ക് വന്നപ്പോ ഇവിടെ എന്റെ വീട് ഇവിടെ അടുത്താണ്. അവിടെയും കൂടി കയറിയിട്ട് പോവാം. പിന്നെ അങ്ങോട്ട് പോകണം. പോകുന്ന വഴിക്ക് ഒരു ചന്തയും കിട്ടി. ആ ചന്തയിൽ നിന്ന് ഷോപ്പിംഗും കഴിഞ്ഞ് ഇനി അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല. അത് സൂപ്പർ ആവും. യെസ്, ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് എത്തുവാണ്. ഞാൻ ഇവിടെ വെച്ചാ പറ മേലെ കയറ്റണ. പിന്നെ അവിടുന്ന് തിരിച്ചു വരാൻ നോക്കണ്ടേ? ഇവിടെ വെച്ചോ.
മേലോട്ട് വെക്കുന്നേ ഒരു തെങ്ങുണ്ട്, ഈ തെങ്ങ് ചതിക്കോ നോക്കിയതാ. ചതിക്കാത്ത തെങ്ങ. ആ ഇത് ചതിക്കാത്ത തെങ്ങ, കാണിച്ചു തരാം. ഈ തെങ്ങ് ഇനി എവിടെ ചതിക്കാനാ? 4 ഓല പോലും കംപ്ലീറ്റ് ആയിട്ടില്ല ഇതിന്. വണ്ടിയുടെ അവസ്ഥ നോക്കിയേ. അമ്മാതിരി മണ്ണ. ആൾക്കാരെ കാണാണ്. ഐസൊക്കെ വാങ്ങിയിട്ട് അവള് പോണേ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി. റെയിൽവേ ക്രോസിന്റെ മുന്നിലേക്ക് ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട്. ദേ പോണു. 1 2 3 ഗോ. ഐസ് ഒന്നും കാണുന്നില്ല, ഇരുട്ടത്താണ് ട്രെയിൻ. ഇവിടെ അതുവഴി ഒരു ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. എന്താ ട്രെയിൻ ഇങ്ങനെ? അതെന്താ ഗുഡ്സ് ട്രെയിൻ ആവണ്ടാണ്. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് വൈബിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കാലിക്കറ്റ് ബീച്ച് ഈ രാത്രി ഈ സമയത്തും ആക്റ്റീവ് ആണ്. ഈ സമയത്ത് തന്നെ 9 മണി ആയിട്ടുള്ളൂ. നമ്മളെപ്പോ കോഴിക്കോട് വന്നു കഴിഞ്ഞാലും സ്റ്റേ ചെയ്യാറുള്ള സീക്യൂൻ ഹോട്ടലിലേക്ക് പോകണം. അവിടെ തന്നെ ഇന്നത്തെ സ്റ്റേന്റെ ഹോട്ടലെത്തി, സ്ഥലത്തെത്തി. നമ്മുടെ തറവാട് പോലെ ആയിട്ടുണ്ടല്ലോ. ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടെ വന്നിട്ടാണ് ഇപ്പൊ സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങൾ ആക്ച്വലി വണ്ടി അവിടെ വെച്ചിട്ട് പുറത്തേക്ക് ഒരു ചായ കുടിക്കാന്നുള്ള രീതിയിൽ പുറത്തേക്ക് നടന്നിങ്ങ് ഇറങ്ങായിരുന്നു. അപ്പൊ ഉണ്ട് ഒരാൾ വന്നിട്ട് സൂര്യചേട്ടൻ എന്തൊക്കെ ഉണ്ടെന്നിട്ട് നമ്മൾ ഈ ഇറങ്ങുന്ന സമയം നോക്കി നിന്ന പോലെ ഒരാൾ വരുന്നത്. അടിപൊളി. നമ്മുടെ ഖത്തറുകാരനാണെന്ന് പറഞ്ഞത്, ജാസിം അല്ല? അടിപൊളി. കണ്ടൊരു സന്തോഷം. കോഴിക്കോടുകാരനാണ്, ബീച്ചുകാരനാണ്, കുറ്റിച്ചിറക്കാരനാണ്. ആ താങ്ക് യു. ആക്ച്വലി എനിക്ക് ഇതായിരുന്നു വേണ്ട, ഇത് കാണാൻ ഭംഗിയുണ്ട്. ഞങ്ങളുടെ സീക്യൂരിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കാലിക്കറ്റ് ബീച്ചിന്റെ വൈബിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് വരാൻ. കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടു. അപ്പുറത്ത് വീണ്ടും കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന മറ്റൊരു ചേട്ടനെ കണ്ടു. അതിനപ്പുറത്ത് മറ്റൊരു ചേട്ടൻ വീണ്ടും കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നു. അവിടെ തിരയെണ്ണിക്കൊണ്ട് 4 3 7 ആൾക്കാർ നിൽക്കുന്നുണ്ട്. ബീച്ചിന്റെ വൈബ് നോക്കൂ. അയ്യവാ, പുള്ളിക്കാരൻ്റെ ഞെട്ടിയ സാധനം കേട്ടോ. പൊളി സാധനം പൊളിഷിച്ചു. ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഈസി ആയിട്ട് എലികൾ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണ്. അത് കാലിക്കറ്റ് നഗരസഭ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്നുള്ളത് രേഖപ്പെടുത്തുന്നു. നോക്കിയാൽ അതിൻ്റെയൊക്കെ തൊലിയൊക്കെ പോയ സാധനമാണ്. തട്ടുമ്പുറത്തേക്ക് കാണുന്ന എലികൾ ബീച്ചിൽ ഇങ്ങനെ സ്വൈര്യ വിഹാരം നടത്തുകയാണെന്നുള്ളത്. നോക്കിയാൽ അവിടെയൊക്കെ നോക്കിയാൽ ഇത് കാലിക്കറ്റ് നഗരസഭയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. കുറച്ച് പൂച്ചകളെങ്കിലും വാങ്ങി വളർത്തണം കേട്ടോ. അതെ, ഇത്രയും പബ്ലിക്കായിട്ടുള്ള സ്ഥലത്താണ് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അവിടെ ഒരുപാടുണ്ട്. അതിന് പലതിനും രോമൊന്നുമില്ല, എന്തൊക്കെ അസുഖം പിടിച്ച പോലത്തെ എലികളാണ്. ആരോഗ്യമുള്ളതാണെങ്കിൽ പിന്നെയുണ്ട്. എസ്പെഷ്യലി മഴക്കാലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ എലികൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സ്ഥലത്തൊക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് പോകുന്നുണ്ടാവും. ഈ ഇരിക്കുന്ന സ്ഥലത്തൂടെയൊക്കെ ഇത് പോകുന്നുണ്ട്. അപ്പോൾ കാലിക്കറ്റ് നഗരസഭ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളിവിടെ ജസ്റ്റ് വന്നപ്പോൾ കാണുന്നൊരു കാഴ്ച, അത് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇഷ്ടംപോലെ എലികൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നല്ലത്. ഒരു ഒമാൻ കണ്ണൂരുകാരൻ, പേര് വിട്ടോയി, മൂസിൻ ഇപ്പൊ ഇവിടെ ഞങ്ങളെ പോലെ കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അപ്പൊ താങ്ക് യു. വീഡിയോ ഒക്കെ കാണലുണ്ട് പറഞ്ഞു മൂപ്പര്. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ യൂട്യൂബ് ചാനൽ. ഇനി നിങ്ങൾ വേറെ പ്ലാറ്റ്ഫോമുകളിലാണ് കാണുന്നെങ്കിൽ അത് ഫോളോ ചെയ്തിട്ട് പോണേ. ബൈ ബൈ. എനിക്ക് ഈ രാത്രി ഇവിടുന്ന് കുറച്ച് കമ്പനിക്കാരെ കിട്ടി. ഇവിടെ ഒരു ചെറിയൊരു തട്ടുകടയുണ്ട്, അതിന്റെ ടീംസ് ആണ്. നിങ്ങളുടെ പേരെന്തൊക്കെയാ? എന്റെ പേര് റിഷാദ്. ഹർഷാദ്, ഷാഹുല്. ഇവര് കടയൊക്കെ പൂട്ടി പോകാനുള്ള നേരത്താണ് ഞാനിവിടെ വന്നത്. അപ്പൊ താങ്ക് യു. 2 ദിവസം കൂടി ഉണ്ട്. ആയിക്കോട്ടെ.